ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു 4 മുട്ടയാണ്. അത് ഞാൻ ഇതുപോലെ പുഴുങ്ങി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 പീസ് ബ്രെഡാണ്. അത് നമുക്ക് ഇപ്പം ബാലൻസ് വന്ന ബ്രെഡിൻ്റെ പീസൊക്കെ 2-3 ഉണ്ടെങ്കിലൊക്കെ നമുക്കിതിലേക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പീസ് ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പിച്ച് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇങ്ങനെയൊന്ന് ചെറിയ പീസാക്കി എടുക്കാം. നമുക്കിനി ഈ ബ്രെഡിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കൈകൊണ്ട് പിടിക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിനി കുഴച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് ഒരു കുഞ്ഞ് സവോള നമുക്ക് കൊത്തി അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മിക്സ് എല്ലാം ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ നിന്ന് ഓരോ പീസെടുത്ത് ഇതുപോലെ നമുക്ക് കമത്തി വെച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇത് ഓരോന്നായിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് ഓയിൽ ആദ്യം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതിൻ്റെ അകമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാലൻസ് വന്ന ബ്രെഡും നമുക്ക് മുട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.